ഞാനിന്ന് പറയാൻ പോകുന്നത് കപ്പിൾ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചിട്ടാണ്. ഒരേ സമയം തെലുങ്കിലും തമിഴിലും റിലീസായ പടമാണ്. ഒരു മാസം മുമ്പ് റിലീസായത്. ഇപ്പോൾ ആമസോൺ പ്രൈമിലുണ്ട്. നല്ല ഫീൽ ഗുഡ് ഒരു പടം. പൊതുവേ ഇതേപോലെ പ്രേമകഥകൾ ഇറങ്ങുവാണെങ്കിലും ഇത് ഒരു ഫീൽ ഗുഡ് മോഡേൺ, ഒരു ഇമ്പാക്റ്റ്ഫുൾ മോഡേൺ ലവ് സ്റ്റോറി എന്ന് പറയാം. നമ്മുടെ കഥ തുടങ്ങുമ്പോൾ തന്നെ ഒരു ബ്രേക്കപ്പ് സ്റ്റോറിലൂടെ തുടങ്ങുന്നത്. കാമുകന് ഒരു പണിയുമില്ല. അപ്പോൾ കാമുകിക്ക് പ്രഷർ ഉണ്ടാവും വീട്ടിൽ നിന്ന്. അങ്ങനെ അവൾ ബ്രേക്കപ്പ് പറഞ്ഞ് പോകുന്നു. അതിനുശേഷം കാമുകൻ ഫുൾ ഡൗൺ ആവുന്നു. പിന്നെ പുതിയ ഹീറോയിനെ എങ്ങനെ കണ്ടുമുട്ടുന്നു, അവരെങ്ങനെ ലവ് ആവുന്നു. ഒരു നോൺ ലീനിയറാണ്. ലൈക്ക് ഒരു സംഭവം അവരെടുത്തിടുന്നുണ്ട്, പക്ഷെ അത് എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് ഒരു ക്ലൈമാക്സിൽ കാണിക്കുന്നുള്ളൂ. അത് നല്ലൊരു കാര്യമായിട്ട് വന്നു. കാരണം എങ്ങനെയാണ് അവരെടുക്കുന്നതെന്നുള്ള ഇതിൽ നമ്മൾ പടം ഫുള്ള് കാണും. പടത്തിലെ നടി നടൻ രണ്ടുപേരും ക്യാരക്ടറൈസേഷൻ കിട്ടലാണ്. രണ്ടുപേരും നമുക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും, നമ്മുടെ ഇടയിലൊക്കെ ജീവിക്കുന്നതായിട്ട് തോന്നും. അതേപോലെ പടത്തിൽ കുറേ അപ്ഡേറ്റഡ് മോഡേൺ ടെക്നോളജി, ലൈക്ക് എന്താ പറയുക, ഡയറക്ടർ ടെക്നിക്കലി അപ്ഡേറ്റഡ് ആണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു റിസോർട്ടിൽ അല്ലെങ്കിൽ പരിചയമില്ലാത്തൊരു മുറി പോയപ്പോൾ അവിടെ ഒരു ക്യാമറ ഉണ്ടോ, ഞാൻ ഡ്രസ്സ് മാറ്റും, അതൊക്കെ ചിന്തിക്കും. അതൊക്കെ ലൈക്ക് ഒരു ആപ്പ് വഴി നോക്കി, കാരണം അതൊന്നും ഇപ്പം അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ ഒരു അറിവായിട്ട് കിട്ടും. അതേപോലെ ഗൂഗിളിൽ നമ്മളിപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ എങ്ങനെ ഇതാക്കാം, അങ്ങനെ. അതേപോലെ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് കൊട്ടേഷൻ, ഇതൊക്കെ അറിയാത്ത കുറേ പേരുണ്ട്. അതൊക്കെ ഡയറക്ടർ നന്നായി റിസർച്ച് ചെയ്തെടുത്തിട്ട് പ്രേക്ഷകർക്ക് സിനിമ കണ്ട് അറിവ് നേടാൻ പറ്റാന്ന് പറയുന്നില്ല. അതാണ് ഈ പടം. അതേപോലെ ഈ പടത്തിൽ ഫീൽ ഗുഡ് സൈഡും കുറേ ഉണ്ട്. നല്ല റിലേഷൻഷിപ്പിൻ്റെ കഥയും ഒരു ഫീൽ ഗുഡ് സ്വീറ്റ് പെയിൻ തരും പടം കഴിയുമ്പോൾ.